ഹൃദയങ്ങളിൽ വസിക്കുന്ന ഒരു പരിശുദ്ധ പിതാവാണ്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപ് പാമ്പാടി പൊത്തമ്പുറം കുന്നിൻ്റെ മുകളിലേക്ക് കാടിൻ്റെ നടുവിൽ ഒരു ചെറിയ കുടിൽ കെട്ടി തിരുമേനി തൻ്റെ ദൗത്യ നിർവഹണം ആരംഭിച്ചു. ഇന്ന് പാമ്പാടി ദേറായുടെ മുൻപിൽ കാണുന്ന പുതിയ അരമന ഇരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം കുടിൽ കെട്ടി ഏകദേശം 1-2 വർഷത്തോളം ധ്യാനനിരതനായി കഴിഞ്ഞു. തൻ്റെ ധ്യാനവും പ്രാർത്ഥനയും വളരെ ഭംഗിയായ രീതിയിൽ മുൻപോട്ട് പോകുന്നുവെന്ന് മനസ്സിലാക്കിയ അനേകം വ്യക്തികൾ അദ്ദേഹത്തെ കാണാൻ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗുരുഭൂതനായ മഠത്തിലാശാൻ ഏതാനും പ്രാവശ്യം അദ്ദേഹത്തെ കാണാൻ വരികയും തൻ്റെ അധീനതയിലിരിക്കുന്ന ഏകദേശം 13 ഏക്കർ സ്ഥലത്തോളം പാമ്പാടി തിരുമേനിയുടെ അന്ന് കുറിയാക്കോസ് റമ്പാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ചെറിയൊരു പ്രതിഫലം മാത്രം വാങ്ങിക്കൊണ്ട് എഴുതി കൊടുത്ത ഒരു സ്ഥലമാണ് പാമ്പാടി ദേറ എന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അതായത് ഹൈന്ദവനായ ഒരു ഗുരു തൻ്റെ ക്രൈസ്തവ മഹാപുരോഹിതനായ ശിഷ്യന് നൽകിയ ഒരു ദാനമാണ് പാമ്പാടി ദേറ. അതുകൊണ്ട് തന്നെ ഈ പാമ്പാടി ദേറ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു സ്ഥലം കൂടിയാണ്. 1885 കുറിയാക്കോസ് ബാലൻ പാമ്പാടി പേഴമറ്റത്ത് കുടുംബത്തിൽ ജനിച്ചു. തൻ്റെ 14-ാമത്തെ വയസ്സിൽ അന്നത്തെ കോട്ടയം ഭദ്രാസന മെത്രാപ്പൊലീത്തായിരുന്ന കടവിൽമാർ അത്താനാസ്യോസ് തിരുമേനി അദ്ദേഹത്തെ ഒരു ഷമ്മാശനായിട്ട് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ചു. ആ വർഷം പാമ്പാടിയിലൊരു വലിയ വരൾച്ചയുണ്ടായി. കേവലം 14 വയസ്സുള്ള കുറിയാക്കോസ് ഷമ്മാശൻ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ മഴ പെയ്യും എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് തൻ്റെ ഇടവ പള്ളിയായ പാമ്പാടിയിൽ കത്തീഡ്രലിൽ ഒരു ഉപവാസ പ്രാർത്ഥന സംഘടിപ്പിക്കുവാനായിട്ടിടയായി. 3-ാം ദിവസം ഉച്ചകഴിഞ്ഞ് 4 മണിയായപ്പോൾ അതിശക്തമായ ഒരു മഴ പെയ്യാനായിട്ടിടയായി. അന്നു മുതലാണ് ആ കുറിയാക്കോസ് ഷമ്മാശൻ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് വളരുവാനായിട്ട് ഇടയായത്. ആ കുറിയാക്കോസ് ഷമ്മാശനെ 1906 കുറിയാക്കോസ് അച്ഛനായും അതിൻ്റെ ഓർഡിനേഷൻ കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം കുറിയാക്കോസ് റമ്പാച്ചനായിട്ടും അവരോധിച്ചു. 1911 അദ്ദേഹത്തെ മെത്രാൻ സ്ഥാനത്തോട്ട് തിരഞ്ഞെടുത്തുവെങ്കിലും 1929 വരെ തനിക്ക് ആ സ്ഥാനം വേണ്ട, താൻ ആ സ്ഥാനത്തിന് യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് യോഗ്യമായ സ്ഥാനത്തെ നിരസിച്ച ഒരു പരിശുദ്ധനാണ് പരിശുദ്ധനായ പാമ്പാടി തിരുമേനി. 1929 അദ്ദേഹത്തെ മെത്രാൻ സ്ഥാനത്തോട്ട് അവരോധിച്ചു. 1935 മറ്റൊരു മഹാസംഭവം നടക്കുന്നത്. കുന്നംകുളം പ്രദേശത്ത് അതിഭയങ്കരമായ പ്ലേഗ് ബാധ ഉണ്ടായി. ആ പ്ലേഗ് ബാധയിൽ അനേകം പേർ മരിച്ചു വീഴാനിടയായി. ആ സമയത്ത് ഒരു ഷമ്മാശൻ്റെ നേതൃത്വത്തിൽ 12 പേര് കോട്ടയം കാതോലിക്കേറ്റ് അരമനയിൽ വന്ന് അന്നത്തെ പരിശുദ്ധ കാതോലിക്ക ബാവായോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരെയെങ്കിലും അയക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ബാവാ തിരുമേനി പറഞ്ഞു, പാമ്പാടിയിലൊരു മെത്രാച്ചനുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെ പോയി കാണണമെന്ന്. പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയെ കാണാൻ ആ ദൗത്യസംഘം എത്തിച്ചേർന്നപ്പോൾ പറഞ്ഞു, മക്കളെ, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ വരികയാണ്, നിങ്ങൾ പോകാനുള്ള എല്ലാ ചട്ടവട്ടങ്ങളും ക്രമീകരിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്തു. ആ സമയത്ത് തിരുമേനിയുടെ മാതാവ് ഉൾപ്പെടെ പലരും തിരുമേനി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോഴും നിങ്ങൾ ഭയപ്പെടേണ്ട, ദൈവം വലിയ അനുഭവങ്ങൾ പകർന്നു തരുമെന്ന് പറഞ്ഞ് സധൈര്യം കുന്നംകുളത്തേക്ക് പുറപ്പെടുകയും കുന്നംകുളം പഴയ പള്ളിയിൽ എത്തിച്ചേർന്ന് മക്കളെ, ഇനി ഇവിടെ ആരും മരിക്കുകയില്ല, നിങ്ങൾ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. അന്നു മുതൽ ഒരു വ്യക്തി പോലും പ്ലേഗ് ബാധ മുഖേന മരിച്ചില്ല എന്നാണ് ലോകം സാക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുന്നംകുളം പ്രദേശത്തു നിന്നും ആയിരക്കണക്കിന് കുടുംബങ്ങളിലെ ആളുകൾ വന്ന് സംബന്ധിക്കുന്ന ഒരു പെരുന്നാളാണ്. പ്രത്യേകിച്ച് പാമ്പാടി പെരുന്നാൾ ആരംഭിക്കുന്നത് തന്നെ കുന്നംകുളം തീർത്ഥാടക സംഘത്തിന്
സ്വീകരണം കൊടുത്തുകൊണ്ടാണ്. വീണ്ടും പാമ്പാടി പെരുന്നാളിനെ കുറിച്ച് പറയുമ്പോൾ നാനാജാതി മതസ്ഥരായ എല്ലാവരും വന്ന് സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നൊരു പെരുന്നാളാണ്. ഇപ്പോഴും ഓരോ ദിവസവും തിരുമേനിയുടെ മധ്യസ്ഥതയാൽ രോഗശാന്തിയും അതുപോലെ തന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കും പരിഹാരവും നേടുന്നത് നേരിൽ കാണുവാനായിട്ട് കഴിഞ്ഞ 6 വർഷമായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ബ്ലഡ് ക്യാൻസറായിട്ട് മരിക്കുമെന്ന് ഡോക്ടേഴ്സ് റിപ്പോർട്ട് ചെയ്ത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇപ്പോഴും BMM സ്കൂളിൽ പഠിക്കുന്നു എന്നുള്ളത് തിരുമേനിയുടെ മധ്യസ്ഥതയ്ക്ക് ഒരു വലിയ മുഖാന്തരമാണ്. വളരെയധികം പ്രയാസത്തോടെ ആ കുഞ്ഞിനെയുമായി കബറിടത്തിൽ വന്ന കബറിടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങളെല്ലാം മാറിയതായും പിന്നീട് ട്രീറ്റ്മെൻറ്റുകൾക്ക് വിധേയമായി എങ്കിലും പരിപൂർണമായ സൗഖ്യത്തിലേക്ക് നയിക്കപ്പെടുവാനായിട്ടിടയായി. എൻ്റെ മാതാപിതാക്കളും ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്ന തിരുമേനിയുടെ മധ്യസ്ഥത കൊണ്ടാണ് അപ്രകാരം സംഭവിച്ചതെന്നാണ്. പാമ്പാടി പെരുന്നാൾ ഓരോ ദിവസവും അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങൾ കൊണ്ട് അലങ്കൃതമാണ്. പ്രത്യേകിച്ച് നാനാജാതി മതസ്ഥരായ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു പെരുന്നാളാണ്. ഇതിൻ്റെ പ്രധാന ഒരു ചടങ്ങെന്ന് പറയുന്നത് പാമ്പാടി കത്തീഡ്രൽ തിരുമേനിയുടെ മാതൃയിടവുകയാണ്. അവിടെ നിന്നും പാമ്പാടി ദേറായിലേക്കുള്ള പ്രദക്ഷിണമാണ്. ഇന്ന് 4:30 മണിക്ക് പാമ്പാടി കത്തീഡ്രൽ സന്ധ്യാനമസ്കാരവും 5 മണിക്ക് അവിടെ നിന്നുള്ള പ്രദക്ഷിണവും ആരംഭിക്കുന്നതാണ്. പ്രദക്ഷിണം ഏകദേശം 7:30 മണിയോടുകൂടി പാമ്പാടി ദേറായിൽ എത്തിച്ചേരും. എന്നാൽ പാമ്പാടി ദേറായിൽ വൈകിട്ട് 6 മണിക്ക് പരിശുദ്ധ കാതോലിക്ക ബാവായുടെ പ്രധാന കാർമ്മികത്വത്തിൽ സന്ധ്യാനമസ്കാരവും തുടർന്ന് ബാംഗ്ലൂർ ഭദ്രാസനാധിപൻ അഭിവന്യ എബ്രഹാം മാർ സെറാഫിം തിരുമനസ്സുകൊണ്ട് പാമ്പാടി തിരുമേനിയെക്കുറിച്ച് അനുസ്മരണ പ്രസംഗവും നടത്തുന്നതാണ്. വൈകിട്ട് 8:30 മണിയോടുകൂടി തിരുമേനിയുടെ കബറിങ്കിൽ എല്ലാ പെരുന്നാളിലും നടത്തുന്നത് പോലെയുള്ള അഖണ്ഡ പ്രാർത്ഥന ആരംഭിക്കുന്നതാണ്. രാത്രി 2 മണിക്ക് രാത്രി നമസ്കാരവും തുടർന്ന് 2:30 മണിക്ക് തിരുമേനിയുടെ കബറിങ്കിൽ പ്രത്യേകമായിട്ടുള്ള ധൂപപ്രാർത്ഥന നടത്തുന്നതാണ്. അതിൻ്റെ പ്രത്യേക കാരണം രാത്രി 2:35 തിരുമേനി ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയത്. അതുകൊണ്ട് അന്നു മുതൽ ഇന്ന് വരെയുള്ള എല്ലാ പെരുന്നാളിലും പ്രത്യേകിച്ച് രാത്രി 2:35 തിരുമേനിയുടെ കബറിങ്കിൽ ഒരു ധൂപപ്രാർത്ഥന നടത്തുന്നു, മധ്യസ്ഥ പ്രാർത്ഥനയും നടത്തുന്ന ഒരു പതിവുണ്ട്. രാവിലെ 4 മണിക്ക് പ്രഭാത നമസ്കാരം, 5 മണിക്ക് ആദ്യ വിശുദ്ധ കുർബാന അഭിവന്ദനായ അപ്രേം തിരുമനസ്സുകൊണ്ട് നിർവഹിക്കുന്നതാണ്. രാവിലെ 7 മണിക്ക് വീണ്ടും പ്രഭാത നമസ്കാരം, 8 മണിക്ക് പരിശുദ്ധ കാതോലിക്ക ബാവായുടെ പ്രധാന കാർമ്മികത്വത്തിൽ പരിശുദ്ധ 3-ന്മേൽ കുർബാനയും നടത്തപ്പെടുന്നതാണ്. തുടർന്ന് അനുസ്മരണ പ്രസംഗവും അതിനെ തുടർന്ന് ദേവാലയത്തിന് ചുറ്റുമുള്ള പ്രദക്ഷിണവും തുടർന്ന് നേർച്ച വിളമ്പും കൈമുത്തുമൊക്കെയാണ് പെരുന്നാളിൻ്റെ പ്രധാന ചടങ്ങ്. മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത് പാമ്പാടി ദേറായോടനുബന്ധിച്ചിട്ടുള്ള അനേകം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രചോദനം നൽകുവാൻ തക്കവണ്ണം ഫെഡറൽ ബാങ്ക് അന്നേ ദിവസം, അതായത് നാളെ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫെഡറൽ ബാങ്കിൻ്റെ ജനറൽ മാനേജർ ഒരു ഒമ്നി വാൻ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമേൽക്കുവാൻ തക്കവണ്ണം സംഭാവനയായിട്ട് നൽകുന്നുണ്ട്. അത് പരിശുദ്ധ കാതോലിക്ക ബാവായിക്ക് അതിൻ്റെ ബന്ധപ്പെട്ട രേഖകൾ നൽകിക്കൊണ്ട് നിർവഹിക്കുന്നതാണെന്നും കൂടെ സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. എല്ലാവരെയും പെരുന്നാളിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയും ചെയ്യും. മതിയോ? എത്ര സമയം ഉദ്ദേശിക്കുന്നുണ്ട്? സ്നേഹയാത്ര, തീർത്ഥയാത്ര, ശാന്തി തരുന്നൊരു യാത്ര. സ്നേഹയാത്ര, തീർത്ഥയാത്ര, ശാന്തി തരുന്നൊരു യാത്ര.